രക്ഷനും സതതം എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശ്വരൻ സതതം. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൽ ഉണ്ടായ ചില അനുഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രിസ്തീയ സഭയ്ക്ക് ചില മുന്നറിയിപ്പുകൾ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൽ പൗലോസ് നൽകുന്നുണ്ട്. ഇസ്രായേൽ മോഹിച്ചതുപോലെ വിശ്വാസി ദുർമോഹികൾ ആകരുത്, അവരിൽ ചിലരെ പോലെ വിശ്വാസി വിഗ്രഹ ആരാധികളാകരുത്, അവരിൽ ചിലരെ പോലെ വിശ്വാസി പരസംഗം ചെയ്യരുത്, അവരിൽ ചിലർ ചെയ്തതുപോലെ വിശ്വാസി കർത്താവിനെ പരീക്ഷിക്കരുത്, വിശ്വാസി പിറുപിറുക്കരുത്. തുടർന്ന് പൗലോസ് പറയുന്നത്, ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ നോക്കിക്കൊള്ളണം. 1 കൊരിന്ത്യർ 10:12 വാക്യം. ഇതേ മുന്നറിയിപ്പ് യോഹന്നാന് നൽകുന്നുണ്ട്. ഞങ്ങളുടെ പ്രയത്നബലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളുവീൻ. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവനോട് കുശലം പറയുകയുമരുത്. 2 യോഹന്നാൻ 8-10 വാക്യങ്ങൾ. ഈ 2 ആലോചനകളിലും നമ്മോട് പറയുന്നത് നാം സൂക്ഷ്മതയുള്ളവരായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ നിൽക്കുക എന്നതിനും വീഴുക എന്നതിനും ഒരു പടിയുടെ അകലം മാത്രമേ ഉള്ളൂ. അതിനാൽ വിശ്വാസി ജാഗ്രതയുള്ളവനായിരിക്കണം. ദുരുപദേഷ്ടാക്കന്മാർ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. ഏത് വിധേനയും വിശ്വാസിയെ തകർത്ത് കളയുവാനുള്ള പൈശാചികൻ്റെ ആയുധമാണ് ദുരുപദേശം. യോഹന്നാൻ്റെ ലേഖനത്തിൽ ദുരുപദേശക്കാരെക്കുറിച്ച് പറയുന്നത് യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ എന്നാണ്. 2 യോഹന്നാൻ 7-ാമത്തെ വാക്യം. ഇവിടെ ദുരുദ്ദേശക്കാരെ വഞ്ചകനായ സാത്താനോട് താരതമ്യപ്പെടുത്തിയാണ് പറയുന്നത്. ഈ വിധത്തിലുള്ളവരോട് കുശലം പറയുകയോ അവരെ വീട്ടിൽ കൈക്കൊള്ളുകയോ ചെയ്യുവാൻ പാടില്ല. അവരോട് കുശലം പറയുന്നവൻ അവൻ്റെ ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളിയാകുകയാണ് ചെയ്യുന്നത്. 10-11 വാക്യങ്ങൾ. ഇത് വളരെ കർക്കശമായൊരു നടപടിയായി നമുക്ക് തോന്നാം. എങ്കിലും ക്രിസ്തു മാർഗത്തിൻ്റെ നിലനിൽപ്പിനും ഉപദേശ സംരക്ഷണത്തിനും ഈ മുന്നറിയിപ്പിന് പ്രസക്തിയുണ്ട്. സഭയിലും ഭവനങ്ങളിലും നുഴഞ്ഞു കയറുവാൻ ശ്രമിക്കുന്ന വഞ്ചകന്മാർ ധാരാളമായി നമ്മുടെ ഇടയിലുണ്ട്. ഇവരെക്കുറിച്ച് പൗലോസ് പറയുന്നത്, അവർ ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്നു. അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു, അവരുടെ അവസാനം നാശം. അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഫിലിപ്പർ 3:18-19 വാക്യങ്ങൾ. ഇങ്ങനെയുള്ളവർ ഇന്ന് ധാരാളം നമ്മുടെ ഇടയിലുണ്ടല്ലോ. അവരെ നാം സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ അവരുടെ കെണിയിൽ നാം പെട്ടുപോകും. ദുരുപദേശത്തെ വെറുക്കണമെന്നാൽ ദുരുപദേശക്കാരെ വെറുക്കാതെ സ്നേഹിക്കണം. 2 യോഹന്നാൻ 5-ാമത്തെ വാക്യം. ഇങ്ങനെയുള്ളവരെ സ്നേഹിക്കുന്നതിൻ്റെ അടിസ്ഥാനം നമ്മുടെ കുറവുകൾ കണക്കിടാതെ ദൈവം നമ്മെ സ്നേഹിച്ചു എന്നതാണ്. 1 യോഹന്നാൻ 4:11. എബ്രായലിൻ്റെ ഒരു പ്രസ്താവന ഉദ്ധരിക്കട്ടെ. നമ്മുടെ ശത്രുക്കളെ ഇല്ലാതാക്കുന്നതിനുള്ള അത്യുത്തമമായ മാർഗം അവരെ നമ്മുടെ സ്നേഹിതന്മാരാക്കി തീർക്കുക എന്നതാണ്. അസത്യവാദികളെയും അന്യായം ചെയ്യുന്നവരെയും സ്നേഹിക്കുന്നതിൽ കൂടി അവരെ സത്യത്തിലേക്ക് വഴി നടത്തുവാൻ സാധിക്കും. സത്യത്തിൽ നടക്കുക എന്നത് സത്യമായി ദൃഢമെടുത്ത യേശുക്രിസ്തുവിനോടൊപ്പം നടക്കുക എന്നതാണ്. കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്: സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. യോഹന്നാൻ 17:17. ഇവിടെ സത്യം എന്നത് ദൈവത്തിൻ്റെ വചനമാകുന്നു എന്നാണ് പറയുന്നത്. കർത്താവ് പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യോഹന്നാൻ 14:16. അതായത് യേശുക്രിസ്തു തന്നെയാണ് സത്യം. യേശുക്രിസ്തു മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് വചനമായി വന്ന ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന അനുഭവമാണ് സത്യത്തിൽ നടക്കുക എന്നത്. യോഹന്നാൻ പറയുന്നത്, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ
അതിൽ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനും ഉണ്ട്. 2 യോഹന്നാൻ 9 കൃപയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സത്യോപദേശത്തിൽ ഉറച്ചു നിൽക്കാം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരയ്ക്ക് സമൻ. യാക്കോബ് 1:6. അതുകൊണ്ട് പൗലോസ് നമ്മോട് പറയുന്ന ഉപദേശം ഈ പ്രഭാതത്തിൽ ശ്രദ്ധിക്കാം. നിങ്ങൾ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കാം. കൊലോസ്യർ 2:6-7 കർത്താവേ, പ്രലോഭനത്തിൽ വീഴാതെ സത്യത്തിൽ നിലനിൽപ്പാനും സത്യത്തിനെതിരായി നിൽക്കുന്നവരെ സ്നേഹിപ്പാനും എല്ലാവരെയും സത്യത്തിലേക്ക് നടത്തുവാനും എന്നെ സഹായിക്കണമേ. ആമേൻ. ദൂതർക്കും കൂടാവകാശം ലഭ്യമാകാതുള്ള രക്ഷാദൂതരീച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ദൂതർക്കും കൂടാവകാശം ലഭ്യമാകാതുള്ള രക്ഷാദൂതരീച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ദൂതഗണം കാവലായിട്ട് നാനുദിനമെനിക്കവൻ. ദൂതഗണം കാവലായിട്ട് നാനുദിനമെനിക്കവൻ. നൂതനമാം ദൂതുകളും ഊനമെന്നെ നൽകിയിടുന്നു. പാടും ഞാൻ പരമേശനും സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശ്വരൻ സതതം. കാത്തിരിക്കുന്നവനെ ഞാൻ കണ്ടിടുവാൻ എന്റെ കണ്കൾ കൊതിച്ചിടുന്നധികമായി കുതുകമോടെ. കാത്തിരിക്കുന്നവനെ ഞാൻ കണ്ടിടുവാൻ എന്റെ കണ്കൾ കൊതിച്ചിടുന്നധികമായി കുതുകമോടെ. കാലമേറെ ചെല്ലും മുമ്പേ കാഹളനാദം കേൾക്കുവാൻ. കാലമേറെ ചെല്ലും മുമ്പേ കാഹളനാദം കേൾക്കുവാൻ. കാതുകളും കൊതിക്കുന്നു കാരുണ്യവാരിധി ദേവാ. പാട്ടവും മാലിന്യവുമേ ഒട്ടുമേശിടാതെയുള്ളൊരുത്തമമാവകാശം ലഭ്യമാകുവാൻ. വാട്ടവും മാലിന്യവുമേ ഒട്ടുമേശിടാതെയുള്ളൊരുത്തമമാവകാശം ലഭ്യമാകുവാൻ. തിട്ടമായിട്ടവൻ എന്നെ ചേർത്തിടും മണിയറയിൽ. തിട്ടമായിട്ടവൻ എന്നെ ചേർത്തിടും മണിയറയിൽ. പാട്ടുപാടും കൂട്ടരുമായി കോടി കോടി യുഗം വാഴാൻ. പാടും ഞാൻ പരമേശനും സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനും സതതം.